ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഹൈദരാബാദിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇതുവരെ ചാർമിനാർ കണ്ടില്ല. അപ്പം ഇന്ന് പോയി ചാർമിനാറും കുറച്ച് ഡെസ്റ്റിനേഷനും കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് പോയി കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ മെക്ക മസ്ജിദിൽ കയറിയിട്ട് നമുക്ക് ചാർമിനാറിൽ പോവാം. ഇതാണ് മെക്ക മസ്ജിദ്. നമുക്ക് ഫസ്റ്റ് ഇതിൽ കയറാം. മെക്ക മസ്ജിദ് കണ്ടിറങ്ങി നമുക്ക് ചാർമിനാറിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ടൊക്കെ പോവാം. ഗൈസ്, നമ്മൾ ചാർമിനാറിന്റെ മുകളിലൊക്കെ പോയിട്ട് നമ്മൾ താഴെ ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ചാർമിനാറിന് എഴുതിയിട്ടുള്ള ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ചാർമിനാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കിയപ്പോൾ നമുക്ക് സലാർജംഗ് മ്യൂസിയം അടുത്തുണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ നേരെ സലാർജംഗ് മ്യൂസിയത്തിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ടിക്കറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ഫ്ലോർ മാപ്പ് ഉണ്ട്. നമുക്ക് ആദ്യം ഏതിൽ പോകണം, ഏത് സ്ഥലമാണ് കാണേണ്ടതെന്ന് ഇതിനകത്തുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് നമുക്ക് പോവാം. ഇത് ഐവറി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. ആനക്കൊമ്പ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. ഈ ചെയർ ടിപ്പു സുൽത്താൻ കൊടുത്തതാണ് ഗിഫ്റ്റായിട്ട്. ലൂയിസ് കൊടുത്തതാണ് ടിപ്പു സുൽത്താൻ ഈ ചെയർ. ചെസ്സ് പോലും ഐവറി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ പടയാളികളെയും ഐവറി കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ഐവറി മാറ്റാണ്. കണ്ടോ ഗൈസ്, വലിയ ഡൈനിങ് ടേബിളാണ്. പണ്ടത്തെ വെസ്റ്റിലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഡൈനിങ് ടേബിളാണിത്. അപ്പോൾ ഗൈസ്, നമ്മൾ സലാർജംഗ് മ്യൂസിയം കണ്ടിറങ്ങി. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കാം. ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോൾ അതുകൊണ്ട് ഫുള്ളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഉച്ചയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ആണ്. നമ്മൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പേള് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത്. പേളിൻ്റെ മാലയൊക്കെ ഉണ്ട്, അത് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഷോപ്പിലാണ്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, നമ്മളിപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ലുംബിനി പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ബോട്ടിങ്ങിനാണ് പോകാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ ബോട്ടിൽ നിന്ന് ഹുസൈൻ സാഗർ ലേക്ക് വഴി നമ്മളിവിടെ സ്റ്റാച്ചു കാണാൻ വേണ്ടി വന്നു. ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് കാണാൻ വേണ്ടി വന്നു. ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാച്ചു കണ്ടിട്ട് തിരിച്ച് പോകണം ഗൈസ്, കാണിച്ചുതരാം. ഗൈസ്, നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞെത്തി. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബിർല മന്ദിറിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബിർല മന്ദിറിലൊക്കെ പോയിട്ട് വന്നു. ബിർല മന്ദിറിനകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഗൈസ്, ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് 11:30-ക്കാണ്. അപ്പോൾ നമ്മളിപ്പോഴേ എയർപോർട്ടിൽ എത്തണ്ടേ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ എയർപോർട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇനി നമ്മൾ ബാക്ക് ടു ഹോമാണ്, നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഹൈദരാബാദ് ഡയറീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.